സോദരരെ, സല്യൂട്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ആരോഗ്യ മേഖലയെക്കുറിച്ചും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സർക്കാരിനെ കുറിച്ചും ഒക്കെ ചെറിയ ചെറിയ വിമർശനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നൽകുന്നത് കൊണ്ട് എന്നോട് കമൻസിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് എല്ലാത്തിനോടും വിരോധം? ഏത് വ്യവസ്ഥാപിത സ്ഥാപനങ്ങളാണെങ്കിലും അതിനെതിരെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന്. ഞാൻ കുറ്റം പറയുകയല്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പം അത് നമ്മുടെ മനസ്സിലെ തെറ്റായ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ള തോന്നലിലാണ് പലപ്പോഴും എനിക്ക് പരിചയമുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എൻ്റെ ചില സംശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അങ്ങനെ കരുതിയാൽ മതി. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് എപ്പോൾ തുടങ്ങി, എന്താണ് ഇൻഷുറൻസ്, എന്തുകൊണ്ടത് നടന്നു പോകുന്നു, അതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഗുണം എന്നൊക്കെ അറിയണ്ടേ. അതിനായിട്ടാണ് പറയുന്നത്. പുരാതന കാലം മുതൽ എപ്പോൾ കച്ചവടം തുടങ്ങിയോ, എപ്പോൾ വിനിമയം തുടങ്ങിയോ, എപ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു തുടങ്ങിയോ, ആ സമയം മുതൽ തത്വത്തിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നിലവിലുണ്ട്. വലിയ വലിയ പണക്കാരാണല്ലോ പലപ്പോഴും കച്ചവടത്തിനൊക്കെ പങ്കാളിയാവുന്നത്. ചിലപ്പോൾ നേരിട്ട് രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെയോ ഒക്കെ നേതൃത്വത്തിലാണ് കച്ചവടം നടക്കുന്നതും സാധനങ്ങളൊക്കെ കടൽ മാർഗം കപ്പലുകളിൽ കയറ്റി പല സ്ഥലത്തു നിന്ന് രാജ്യങ്ങളിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതും ചിലപ്പോൾ കരമാർഗമാണെങ്കിൽ വാഹനങ്ങളിലൂടെ, അതായത് മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ, കാളയോ ഒട്ടകമോ ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളിലായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഒക്കെ ഒരു പതിവായിരുന്ന സമയം ഉണ്ടായിരുന്നു. 1200-300 കാലഘട്ടം തൊട്ട് അതുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സിൽക്ക് റൂട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചൈനയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉണ്ടാക്കിയ കടൽ മാർഗമുള്ള വഴിയാണ് സിൽക്ക് റൂട്ട്. അപ്പോൾ തന്നെ ഇതുപോലെ ഇൻഷുറൻസ് ചെയ്യപ്പെടും. എന്തെങ്കിലും കടൽ മാർഗം പോകുമ്പോൾ വലിയ കാറ്റും കോളും വന്ന് കടലിൽ വെള്ളം കപ്പലിനകത്ത് കയറി കപ്പൽ മുങ്ങിപ്പോവുകയും സാധനങ്ങൾ നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആരാണോ അതിനു വേണ്ടി കാശ് മുടക്കിയത് അവർക്കുള്ള ഒരു നഷ്ടപരിഹാരം ഭരണാധികാരികൾ, രാജാക്കന്മാരൊക്കെ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബലത്തിലാണ് ഇവർ സാധനങ്ങൾ ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ കരമാർഗം പോയാൽ തന്നെ മൃഗങ്ങൾ ചിലപ്പോൾ ചത്തുപോകാം, ചിലപ്പോൾ തീ കത്തി നശിച്ചു പോകാം, അല്ലെങ്കിൽ കൊള്ളക്കാർ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാം. അങ്ങനെയുള്ള പല പല അപകടങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടും ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സഹായം എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാനായി ആജ്ഞാപിക്കുന്ന ആളുകൾ, പണക്കാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഭരണാധികാരികളാണെങ്കിലും, അവരൊരു ചെറിയ തുക നഷ്ടപരിഹാരമായി നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് മുതലേ. അതിൻ്റെ ഒരു വകഭേദമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് തുടങ്ങിയത് 1600കളിലാണ്. 1666 ആദ്യമായിട്ട് ലണ്ടനിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. പലയിടവും കത്തി നശിച്ചു, ഒരുപാട് ആളുകൾ മരിച്ചുപോയി, പല കെട്ടിടങ്ങളും പല വലിയ വലിയ സ്ഥാപനങ്ങളും ഒക്കെ തീയിൽ വെന്ത് വെണ്ണീറായിപ്പോയി. ഇപ്പൊ നമ്മൾ തീ എന്ന് പറയുന്ന നിരന്തരം ഒരു സംഭവമായിട്ട് കാണുകയാണല്ലോ. ഇപ്പൊ ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയയിലും വളരെ വലിയൊരു തീ ഉണ്ടായിട്ട് കുറേ ആളുകൾ മരിച്ചു. അമേരിക്കയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീകൾ ഉണ്ടാകാറുണ്ട്. അത് കാട്ടുതീയാണ്, ചിലപ്പോൾ മനുഷ്യനുണ്ടാക്കിയ തീയാണ്, അതൊരു പെർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അതിനാണ് ഇതിനാണ് എന്നൊക്കെ പറയുമെങ്കിലും ലണ്ടനിലുണ്ടായ ഈ 1666 വലിയ ഒരു തീ, ആ തീപിടുത്തത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി രൂപാന്തരപ്പെട്ട് വരുന്നത്. ആ ഇൻഷുറൻസ് കമ്പനിയുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് തീയിൽ നിന്നും കെട്ടിടങ്ങളെ സംരക്ഷിക്കാനായിട്ട് കെട്ടിട ഉടമസ്ഥന്മാരും അവിടെയുള്ള ആൾക്കാരും വീടിന്റെ ഉടമസ്ഥന്മാരും ഒക്കെ ഞങ്ങൾക്കൊരു ചെറിയ തുക മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും നൽകിയാൽ അതിന് പകരമായിട്ട് നശിച്ചു പോകുന്ന വസ്തുവിന്റെ വില, അതിൻ്റെ ഒരു ഭാഗം നഷ്ടപരിഹാരം ഞങ്ങൾ തരാം എന്നുള്ള മട്ടിലായിരുന്നു ആ ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയത്. അത് പിന്നെ ജർമ്മനിയിൽ തുടങ്ങി. ജർമ്മനിയിൽ ഇതുപോലെയുള്ള ഒരു തീ ഉണ്ടായി. അതിനുശേഷം പിന്നെ പ്ലേഗ് വന്നപ്പോൾ ലണ്ടനിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള പല സ്ഥലത്തും വലിയ പ്ലേഗ് വന്നായിരുന്നു. 1700കളിലാണ് ആ പ്ലേഗ് വന്നത്. അപ്പൊ പ്ലേഗിന് ശേഷമാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. കൂടുതൽ നോക്കിയാൽ ഇംഗ്ലണ്ടിലാണ് കൂടുതലായിട്ടും ആദ്യം തീ വന്നു. അപ്പൊ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഫയറിന്റെ ഇൻഷുറൻസ് ആണ് തുടങ്ങിയത്. അതിനുശേഷം പ്ലേഗ് വന്നു. അപ്പം ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് തുടങ്ങി, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി.
അപ്പൊ പിന്നീട് ആളുകളൊക്കെ ഇപ്പൊ അപ്പോഴത്തെ കാലത്തെ കാര്യം എന്തായിരുന്നു എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു സംശയം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന്. ഇതുപോലെയുള്ള വലിയ വലിയ അത്യാഹിതങ്ങൾ തീ തന്നെ പലപ്പോഴും ആളുകൾ ഉണ്ടാക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോ കാട്ടിലൊക്കെ പോയിട്ട് തടി മുറിച്ച് ഒരുപാട് തടി മുറിച്ച് കയറ്റി വിടുന്ന ആൾക്കാര് അവിടെ ഒരു തീ ഉണ്ടാക്കിയിട്ടിട്ട് പോകും. കാരണം ആ തടി മുറിച്ചതിന്റെ എവിഡൻസ് നശിപ്പിക്കാനും ഇങ്ങനെ ഒരു തടിമുറി അവിടെ നടന്നിട്ടുണ്ട് എന്ന് ആളുകൾ അറിയാതിരിക്കാനും വേണ്ടിയിട്ട് തീ കത്തിച്ച് വലിയ കാട്ടുതീയായിട്ട് അത് പടർന്നു പോകുന്ന അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദുരുദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കുന്ന തീ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഫാക്ടറികളിൽ വലിയ നഷ്ടം വന്ന് ഇരിക്കുന്ന സമയത്ത് അവര് മറ്റുള്ളവരെ കാണിക്കണമല്ലോ, എന്തെങ്കിലും അപകടം വന്നു എന്ന് കാണിക്കണം. മറ്റുള്ള പുറത്ത് എല്ലാവരുടെയും കണ്ണിലത് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശ് പലയിടത്തുനിന്നും വാങ്ങിയിട്ടുണ്ടാവും, തിരിച്ചു കൊടുക്കാൻ ഒരു അവസ്ഥയും ഇല്ല. അപ്പൊ അപകടമായിട്ടൊരു തീ ഉണ്ടായി എന്ന് പറഞ്ഞൊരു തീ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തീയിൽ നശിച്ചു പോയതാണെന്ന് പറഞ്ഞ് നമുക്ക് നിസ്സഹായാവസ്ഥ പറയാമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ മനഃപൂർവ്വം തീ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതിന്റെ ഒന്നും പശ്ചാത്തലം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ പ്ലേഗിനെ കുറിച്ചും വളരെ വ്യത്യസ്തമായ ചില കഥകളുണ്ട്. പ്ലേഗ് എന്ന് പറഞ്ഞ് പടർന്നു പിടിച്ച് കുറെ ആളുകൾ മരിക്കുകയും വളരെ ഭീകര അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇംഗ്ലണ്ടില്. അതുപോലെ ഈ സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ ഒരു അന്തരീക്ഷം വായുവിലൂടെ തന്നെ മനുഷ്യർ പകരുന്നു, ദേഹം മുഴുവൻ ഇങ്ങനെ പൊങ്ങിത്തടിച്ച് വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. സ്മോൾ പോക്സ് വന്ന ഒരുപാട് പേരെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്, അദ്ദേഹത്തൊക്കെ കലകളും ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയന്റെ പുസ്തകം പോലും അതിന്റെ പശ്ചാത്തലം പോലും സ്മോൾ പോക്സ് എന്നുള്ള അസുഖം, വസൂരി എന്നൊക്കെ പണ്ട് പറയപ്പെടുന്ന ആ ഒരു അസുഖമായിരുന്നു. വലിയൊരു മാരകമായ അസുഖം. പലരും അത് വന്ന് മരിച്ചു പോകുന്നുണ്ട്, ഭഗവതിയുടെ കോപമാണെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് സ്മോൾ പോക്സ് വാക്സിൻ വ്യാപകമായിട്ട് എല്ലാവർക്കും എടുത്തതും പിന്നീട് അത് ഉന്മൂലനാശനം ചെയ്തു, അതിന്റെ വൈറസുകളെ നമ്മൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ സമാധാനം ഉണ്ടാക്കിയതും ഒക്കെ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്നുള്ളത് സ്മോൾ പോക്സിന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല, തെളിവില്ല. പക്ഷെ തീയുടെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ആകാം എന്നുള്ള ഒരു സാധ്യത വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇൻഷുറൻസ് കമ്പനികൾ നിലനിൽക്കുക മാത്രമല്ല വളരെയധികം വളർന്നു. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 10,000-ലധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുണ്ട്. നാൾക്ക് നാൾ അത് കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പേടി ജനിപ്പിക്കുകയാണ് ആളുകളുടെ ഉള്ളിൽ. ഇൻഷുറൻസ് കമ്പനികളുടെ നിലനിൽപ്പ് തന്നെ ഇതുപോലെയുള്ള ഒരു അപകട ഭീതിയാണല്ലോ. ഒരു അപകടം ഉണ്ടാകുന്നു, ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ നിലനിന്ന് പോകുന്നത് പോലും. നിങ്ങൾക്ക് നാളെ അസുഖം വരാം, നിങ്ങൾക്ക് മരിച്ചു പോകാം, നിങ്ങളുടെ കുട്ടികളൊക്കെ അനാഥരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ തീ കത്തിച്ച് നശിക്കാം, നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനും കള്ളന്മാർ കട്ടുകൊണ്ട് പോകാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വലിയ അപകടം പറ്റാം എന്നൊക്കെയുള്ള, നിങ്ങളുടെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ആക്സിഡന്റിൽ പൊട്ടിപ്പൊളിയാം എന്നൊക്കെയുള്ള ഒരു ധാരണ. എന്താണ് അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സിസ്റ്റം പോലും നിലനിൽക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ വലിയ കമ്പനി, ഇപ്പൊ കോടിക്കണക്കിന് 10,000 കോടിയുടെ ലാഭത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സർക്കാരിന്റെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ആ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ പ്രധാന ലക്ഷ്യം എന്താണ്? നിങ്ങളെയൊക്കെ അസുഖക്കാരാകും, നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ്, നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അകാലത്തിൽ ചരമം അടയും. പ്രായമായിട്ട് കയ്യിൽ നിന്നൊന്നും ഇൻഷുറൻസ് വാങ്ങിക്കില്ല, വളരെ ചെറിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് വാങ്ങിക്കുന്നത്. കാരണം കുറെ നാളത്തേക്ക് അവർക്ക് വാങ്ങാൻ പറ്റുകയും ചെയ്യും. പിന്നെ കുറച്ചൊക്കെ തിരിച്ചു കിട്ടും. മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലർക്ക് ചോദിക്കാൻ പറ്റുന്നത് ചോദിക്കും, അല്ലെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകും. അതുകൊണ്ടൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇത്രയധികം കാശ് വന്നത്. കാരണം പലരും ഇൻഷുർ ചെയ്തിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു കിട്ടാത്ത പൈസ മുഴുവൻ അവരുടെ അസറ്റ് അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഓരോ ഇൻഷുറൻസ് കമ്പനികൾ വളരുന്നത്. ഇനി എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ 2015 ഇംഗ്ലണ്ടിലെ ഒരു ചീവനിങ് ഫെലോഷിപ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു അപകടം ഉണ്ടായി. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷണം ഉണ്ടായി. എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം മോഷണം ചെയ്യപ്പെട്ടു. ഇതിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ഇപ്പം IRCTC വഴി ട്രെയിനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താലും ഒരു ഇൻഷുറൻസ് തുകയും കൂടെ അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഇത്ര എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ ട്രെയിനിലും വളരെ ചെറിയ തുകയുള്ളൂ, 50 രൂപയുടെ താഴെ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ആളുകൾ ചേർന്ന് എടുക്കുമ്പോൾ ഒരു നല്ലൊരു തുക ഇൻഷുറൻസിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് യാത്രയ്ക്ക് പോലും ഇൻഷുറൻസ് എടുക്കുന്നത് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇൻഷുർഡ് ആണ്, നമുക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടുന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്നത്. വലിയ വലിയ യാത്രകൾ വരുമ്പോൾ നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യുന്ന ട്രാവൽ ഏജൻസി തന്നെ പറയും ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കണം, എന്തെങ്കിലും അപകടം പറ്റിയാൽ ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരിച്ചു തരും. അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഈ ചീവനിങ് ഫെലോഷിപ്പിന് പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുത്തപ്പോഴും
ഇംഗ്ലണ്ടിലായിരുന്നു, കിങ്സ് കോളേജിലായിരുന്നു. ടിക്കറ്റ് എടുത്തപ്പോഴും ട്രാവൽ ഏജൻസും ഒക്കെ പറഞ്ഞു എന്നോട് ആ ടിക്കറ്റിന്റെ കൂടെ ഒരു ഇൻഷുറൻസ് കൂടെ എടുത്ത് വെച്ചേക്കൂ. ഒരു 4000 രൂപ കൊടുത്താൽ മതി. ആ ഇൻഷുറൻസ് 4000-5000 രൂപയുടെ ഉള്ള ഇൻഷുറൻസ്. 3 മാസത്തെ ഇംഗ്ലണ്ട് വാസമാണല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയുണ്ട്, അവിടുത്തെ താമസമുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് ഇത്ര നാളത്തെ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യം അതിനകത്ത് മോഷണവും പെടുന്നുണ്ട്. അപ്പോൾ ആ മോഷണത്തിനും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് എഴുതി ഞാൻ അങ്ങനെ ഒപ്പിട്ട് ഒരു ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്ത് കൈ വെച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ചീവനിങ് ഫെലോഷിപ്പിന്റെ ഇടയിൽ ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അതായത് ഇംഗ്ലണ്ടിലെ ഞങ്ങളെ മുറിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ എവിടെയാണ്, എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിലാണോ വെയിൽസിലാണോ എനിക്കല്ല, പല സ്ഥലത്ത് പോയി. ജനീവയിൽ പോയി, പിന്നെ ഫ്രാൻസിൽ പോയി. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാ സാധനങ്ങളും കൈ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ മുറിക്കകത്ത് തന്നെയുള്ള പെട്ടിക്കകത്ത് 600 പൗണ്ട്സോ 600-700 പൗണ്ട്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നതും കുറച്ച് സ്വിസ് ഫ്രാങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കവറിലാക്കി പെട്ടിക്കകത്ത് ഞാൻ വെച്ചിരുന്നു. പെട്ടി എന്നിട്ട് കട്ടിലിൻ്റെ അടിയിൽ കയറ്റി വെക്കുകയും ചെയ്തു. തിരിച്ചു വന്ന ശേഷം ഞാൻ എന്തോ ആവശ്യത്തിന് പെട്ടി എടുത്ത് നോക്കിയിട്ട് ഈ കവർ നോക്കിയപ്പോൾ കവറിന്റെ ഭാരം നല്ലപോലെ കുറഞ്ഞിരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം അന്ന് 20 പൗണ്ടിന്റെ നോട്ടായിട്ടാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. 50 പൗണ്ടിന്റെ നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആയിരുന്നു. അപ്പൊ 20 പൗണ്ടിന്റെ കുറെ നോട്ടുകൾ അതിനകത്ത് നിന്ന് കാണാതായി. അപ്പൊ ഞാനിരുന്ന് ആ രാത്രി മുഴുവൻ ഇരുന്ന് എണ്ണുക, എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ, ആകപ്പാടെ ഒരു വെപ്രാളവും സ്ട്രെയിനും. കാരണം 400 പൗണ്ടാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. അപ്പൊ 400 പൗണ്ട് പോവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയാണ്. ഒരു പൗണ്ടിന് 100 രൂപ വെച്ചെടുക്കാനാണെങ്കിൽ തന്നെ 40,000 രൂപയുടെ കുറവുണ്ട് അതിനകത്ത്. അപ്പൊ അത്രയും പൗണ്ട് കാണുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പൊ ഞാനിരുന്ന് വീണ്ടും 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 എണ്ണി നോക്കി അവസാനം രാത്രി അതിരാവിലെ ആവാറായ സമയത്ത്, നേരം പരപര വെളുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും കംപ്ലൈന്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് പോലീസിന് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പോലീസ് ഓഫീസറാണ്, ഞാനിവിടെ ചീവനിങ് ഫെലോഷിപ്പ് ചെയ്യുകയാണ്, ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഞങ്ങളുടെ മുറിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഇത്രയും പൈസ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. പിറ്റേന്ന് തന്നെ എന്നെ ഫോണിൽ കൂടെ വിളിക്കുകയും പോലീസിൽ നിന്ന് ആൾക്കാർ വരികയും എൻ്റെ മുറിയിൽ കുറെ പേര് വന്ന് അവിടെ മുഴുവൻ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, നിർഭാഗ്യവശാൽ മുറിക്കകത്തോട്ടുള്ള ഒരു വീഡിയോ ക്യാമറ എന്ന് പറഞ്ഞാൽ അതില്ലായിരുന്നു. ബാക്കി എല്ലാം വീഡിയോ ക്യാമറ കവറേജ് ആയിരുന്നു. അപ്പം പോലീസ് തന്നെ ഒരു സംശയം പറഞ്ഞു, നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അത് ചെയ്തത് എന്ന് പറഞ്ഞു. അത് കാരണം അവരതങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുകയും ചെയ്തു. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കുട്ടികൾക്ക് ഭയങ്കര വിഷമമായി. ഞാനിങ്ങനെ പോലീസിൽ പരാതി കൊടുത്തല്ലോ, ഞങ്ങളെ സംശയിക്കേണ്ട ഗതികേട് വന്നല്ലോ, ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ അവർ വരുമോ, ഞങ്ങളെ പരിശോധിക്കാൻ അവർ വരുമോ എന്നൊക്കെയുള്ള മട്ടിൽ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പൊ പോലീസ് പറഞ്ഞു ഇത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്, കാരണം രൂപയായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ക്യാഷ് കിട്ടാനായിട്ട് ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുള്ള എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ തന്നെ ക്ലീനേഴ്സ് ആണെങ്കിലോ സ്റ്റാഫിലുള്ളവരാണെങ്കിലോ ചിലപ്പം എന്തെങ്കിലും റിപ്പയർ ചെയ്യാനായിട്ട് അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പയ്യൻ റിപ്പയർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ റൂമിനകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആ കഥയൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അവരെ ചോദ്യം ചെയ്തിട്ടൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലാതെ ആരെയും അങ്ങനെ പിടിക്കില്ല. അതുകൊണ്ട് അവര് വളരെ റെയർ ആണ്, കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള മട്ടി പറഞ്ഞുകൊണ്ട് ഞാനത് പോയി എന്നുള്ള വിചാരത്തിൽ ഞാൻ വെച്ചാൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണല്ലോ, ഇൻഷുറൻസ് കമ്പനി ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ നിന്ന് പൈസയൊക്കെ മുടക്കി ഞാൻ ആ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള 4000 രൂപയുടെ ഇൻഷുറൻസ് എടുത്ത കമ്പനിയിൽ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഈ ക്ലെയിം റേസ് ചെയ്യേണ്ടത്, കാരണം ഞാൻ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് തെഫ്റ്റ്. അപ്പോൾ തെഫ്റ്റ് നടന്നു എന്നുള്ളതിൻ്റെ ഇവിടുത്തെ പോലീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം. ഇവിടെയുള്ള എടുത്തിട്ടുള്ള രജിസ്റ്റർ അവരുടെ റിപ്പോർട്ടും അതും ഇതുമൊക്കെ ഉണ്ട്. അത് ഞാൻ അയച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ രൂപ തിരിച്ച് കിട്ടുമോ, 40,000 റുപ്പീസ് ഉണ്ടല്ലോ, അത് തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചപ്പം അവര് വളരെ മോശം ഒരു മറുപടി എനിക്ക് തന്നു. അത് അവർ ആദ്യം പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വളരെ മോശമായിട്ട് ഒരു ഇമെയിൽ എഴുതി തരികയായിരുന്നു. എന്നിട്ട് കെയർലെസ്നെസ് കാരണം നശിച്ചു പോയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അപകടത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറെ വാദമുഖങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ആ പൈസ കിട്ടിയില്ല, തിരിച്ച് അവർ തരാൻ നിർബന്ധം റിജക്റ്റഡ് എന്നുകൊണ്ട് വന്നു. അപ്പൊ ഞാൻ ഇനി എന്താണെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഓഫീസിലും വിളിച്ചു പറഞ്ഞു, കുറെ പേരോട് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷെ അവരാരും ഈ ഇൻഷുറൻസ് കമ്പനിക്കാര് ചെവി കൊടുത്തില്ല. അവർ നിങ്ങൾ വേണമെങ്കിൽ പോയി കേസ് കൊടുക്കുക, കോടതിയിൽ വാദിച്ച് തെളിയിക്കുക, ഇത് നിൽക്കും എന്നുള്ള കാര്യം തെളിയിക്കുക, ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമമായി. അവസാനം ഭാഗ്യവശാൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ചീവനിങ് ഫെലോഷിപ്പിന്റെ ടേം തീരുന്നതിന് വരെ കഴിയുന്ന സമയം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കും എന്തായി 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 എന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. കിട്ടിയോ ആരെങ്കിലും, നിങ്ങൾ എന്താ ചെയ്ത് റിപ്പോർട്ട് എന്താ, ഞാൻ ഇന്ന സമയത്ത് പോവുകയാണ്, അതിന് മുമ്പ് നിങ്ങൾ തെളിയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ ശല്യപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതിൽ ലാസ്റ്റ് ഡേ ഞാൻ ഫ്ലൈറ്റിൽ കയറി വരുന്നതിൻ്റെ തലേ ദിവസം ഒരാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, മാഡം ഇഫ് യു ക്യാൻ കം ഓവർ ഹിയർ, ഇതുവരെ ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കുറെ അൺക്ലെയിംഡ് പ്രോപ്പർട്ടി ഇരിപ്പുണ്ട്,
അതായത് ഞങ്ങൾക്ക് പലയിടത്തുനിന്നും കിട്ടിയ സാധനങ്ങൾ ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് ആരും ഇല്ലാതെ അത് അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധനം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാനത് കളക്ട് ചെയ്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പല സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരെങ്കിലും വന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കേസും ഫയലും ഒക്കെ ഡിസ്പോസ് ചെയ്യാമല്ലോ. അപ്പൊ ഇവിടെ ഒന്നൊന്ന് നോക്കിയിട്ട് മാഡത്തിന്റെ കളഞ്ഞു പോയ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാമോ, മോഷണം പോയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസിൽ അവിടെ നിരത്തി വെച്ചിരുന്ന സാധനങ്ങൾ നല്ല രസമുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പം അവർക്ക് പലയിടത്തുനിന്നും കളഞ്ഞു കിട്ടിയതും പല കള്ളന്മാരെ പിടിക്കുമ്പം ക്ലെയിം ഇല്ലാതെ വരുന്നതും ശിക്ഷിച്ച ശേഷം പിന്നീട് കള്ളന്മാർക്കും വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ ഇട്ടിട്ട് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും ഓരോ രേഖയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ലൂസായിട്ട് കിടക്കുന്ന പൈസയുണ്ട്. പക്ഷെ ഒന്നും 400 അല്ല, ചിലത് വളരെ കുറവ്, ചിലത് ഒരുപാട് കൂടുതൽ. അപ്പൊ അങ്ങനെ കെട്ടായിട്ട് രൂപയും ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് ഓരോന്നായിട്ട് നോക്കിയിട്ട് ഞാൻ പറയും ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് എന്നെ കാണിക്കാൻ വന്നതിൽ ഒരാൾ പറഞ്ഞു 20 പൗണ്ട് നോട്ടിന്റെ 20 എണ്ണം ഇരിക്കുന്ന ഒരു ബാഗ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ 20 പൗണ്ട് നോട്ട്സ് ആണ് പോയത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് 400 പൗണ്ട് ഉണ്ട്. നിങ്ങളതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ആണോ എന്ന് പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു ബാഗ്, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ബാഗ്, ആ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ചെറിയൊരു പേഴ്സ് പോലെ, ക്ലച്ച് പേഴ്സ് പോലെ ഒരു സാധനം തുറന്ന് കാണിച്ച് അതിനകത്തുനിന്ന് എടുത്ത് കാണിച്ചപ്പം ശരിയാണ് 20 പൗണ്ടിന്റെ 20 നോട്ടുകളുണ്ട്. അപ്പൊ 20 പൗണ്ടിന്റെ 20 നോട്ട് എന്ന് പറഞ്ഞാൽ 400 പൗണ്ട് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതുപോലെയുള്ളത് ഇരിപ്പുണ്ട്. ലൂസാണ്, അതിനകത്ത് റിബൺ ഒന്നും വെച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, ഇത് ചിലപ്പോൾ എൻ്റെ ആയിരിക്കും, ഞാൻ ഇത് എടുത്തോട്ടെ എന്ന് ഞാൻ സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് രൂപ മാത്രം എടുത്തപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ അല്ല, ബാഗും കൂടെ എടുക്കണം, കാരണം ഇത് ഒറ്റ സാധനമാണ്. അപ്പൊ ബാഗും രൂപയും കൂടെ എടുത്തു കഴിഞ്ഞാലേ റിപ്പോർട്ട് എഴുതി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പരാതി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബാഗ് എൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ബാഗും കൂടെ എടുത്തോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പേഴ്സും ആ പൗണ്ടും കൂടെ എനിക്ക് പോയ പൈസ തിരിച്ചു കിട്ടി. ആരാണ് എടുത്തതെന്നും എങ്ങനെ അത് വന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും അതൊരു ചക്രം പോലെ കറങ്ങി എൻ്റെ അടുത്ത് വന്നു. ഏകദേശം ഒരു 50 പൗണ്ടെങ്കിലും മിനിമം വരുന്ന ഒരു ലെതർ ബാഗും കൂടെ ചേർത്ത് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിൽ രണ്ടും കൂടെ എനിക്ക് മടക്കി കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെങ്കിലും ഇൻഷുറൻസ് കമ്പനി പറ്റിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ കഥ നിങ്ങളുമായിട്ട് വിവരിച്ചത്. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി പറ്റിക്കുന്നത് പോലെ തന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളെ വണ്ടി ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം നമ്മൾ വണ്ടിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുമ്പോഴും കമ്പൽസറി ആണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. കമ്പൽസറി ആയിട്ട് ഇൻഷുർ ചെയ്യണം. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ്. ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി നിരത്തിൽ ഇറക്കാനേ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് അതൊക്കെ കൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ നിലനിന്ന് പോകുന്നത്. കാരണം അവർക്ക് ഈ ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നും, ഇത്രയും കമ്പനികളുടെ കയ്യിൽ നിന്നും, ഇത്രയും വണ്ടികളുടെ കയ്യിൽ നിന്നുമൊക്കെ അവർക്ക് മാസം തോറും വർഷം തോറും ഇങ്ങനെ കാശ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കുറച്ച് 1% 2%-ൊക്കെയാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് അവർക്ക് വലിയ ലാഭമാണ് ഇത്. അവർ തിരിച്ചു കൊടുക്കും. 1 കോടിക്കൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് ചില പണക്കാർ. 1 കോടി 2 കോടി രൂപയ്ക്കൊക്കെ സ്വന്തം ലൈഫ് ഇൻഷുർ ചെയ്യും. പക്ഷെ അവർ വർഷങ്ങളോളം ജീവിച്ചിരിക്കും. അപ്പൊ ഈ പൈസ ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. ആ 1 കോടി കിട്ടുന്ന പൈസ വെച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലപോലെ ലാഭം കമ്പനികൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഗുണം ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു വണ്ടി, ടാറ്റയുടെ ഒരു റിട്ടയർമെന്റിന് ശേഷം ഞാനൊരു കാറ് വാങ്ങിച്ചത് ഹാരിയർ ഒരു വണ്ടിയാണ്, വലിയ വണ്ടിയാണ്. അപ്പൊ അത് ഇൻഷുർ ചെയ്തിരുന്നു. അതിന്റെ 3-ാമത്തെ വർഷത്തോ മറ്റോ ഉള്ള ഇൻഷുറൻസിന്റെ തുക വളരെ കുറച്ച് ഇൻഷുറൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ അടയ്ക്കുമല്ലോ, അപ്പൊ തന്നെ എല്ലാം ഫുള്ള്, ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഫുള്ളായിട്ട് അടയ്ക്കും. ആ വണ്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ അതിന് ചെലവായ തുക, അത് റിപ്പയർ ചെയ്തെടുക്കാനുള്ള തുക എന്ന് പറയുന്നത് നല്ല എമൗണ്ട് വന്നായിരുന്നു. ഒരു 2-2.5 ലക്ഷത്തോളം രൂപ. കയ്യിൽ നിന്ന് കുറെ പൈസ ആയി, അല്ലാതെ തന്നെ വേറെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത കുറെ പൈസ കയ്യിൽ നിന്ന് ആവുമല്ലോ, 10-60,000 രൂപ. പിന്നെ എൻ്റെ ഡ്രൈവർ ഉറങ്ങിയതാണ്. ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടെ കൂടെ പയ്യൻ ഉറങ്ങിപ്പോയത്. അവന്റെ അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു ഇടി ആയതുകൊണ്ട് വണ്ടി ഓടിച്ചിരുന്ന ആൾക്കോ ഞങ്ങൾക്കോ ഡ്രൈവറിനോ ആർക്കും ഒരു അപകടവും പറ്റിയില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല, ഷോക്കേ പറ്റിയുള്ളൂ. പക്ഷെ ആ വണ്ടിക്ക് നല്ല കേടുപാടുകളുണ്ട്. അപ്പൊ അതിന്റെ റിപ്പയർ തുകയായിട്ടുള്ള എനിക്ക് 50,000 രൂപയും അത് കുറച്ച് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല, അതും കൂടെ എനിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ നഷ്ടം ഉണ്ടായെങ്കിൽ പോലും വണ്ടിയുടെ മിക്കവാറും എല്ലാം ഭയങ്കര തകർന്നു പോയ വണ്ടിയാണ്. അത് മുഴുവൻ റിപ്പയർ ചെയ്തെടുക്കാനുള്ള ഈ 2.5 ലക്ഷത്തോളം രൂപ ഇൻഷുറൻസ് കമ്പനി തന്നായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ നല്ല പണിയാണ് ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. അതായത് ഈ ആരോഗ്യ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് അത് വലിയ പറ്റീരാണ് കേട്ടോ. ഈ ഒബാമ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് 2010 ബറാക്ക് ഒബാമ USA തുടങ്ങിയ ഒരു സാധനം, അത് എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും മാസം തോറും സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ള പേരിൽ ഒരു തുക പിടിച്ചു വെച്ചുകൊണ്ട് ബാക്കി എല്ലാവരുടെ കയ്യിൽ നിന്നും, വരുമാനക്കാരുടെ കയ്യിൽ നിന്നും, സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്നും, പണക്കാരുടെ നിന്നും, ബിസിനസ് എല്ലാവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ കാശ്
ഒരു സോഷ്യൽ കോൺസെപ്റ്റാണ്, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രിൻസിപ്പലാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചു വാങ്ങിയിട്ട് ഒബാമയുടെ പേരും പറഞ്ഞിട്ട് ഒരു ആക്ട് ഇറക്കി എല്ലാവർക്കും ഈക്വലായിട്ട് ആരോഗ്യം കൊടുക്കുന്ന പോലെയുള്ള ഒരു നിയമം ഉണ്ടാക്കിയെടുത്തിട്ട് ആ നിയമത്തിലൂടെ നിങ്ങളുടെ ചെലവുകൾ മുഴുവനും ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാഷണൽ ഹെൽത്ത് സ്കീം എന്നൊക്കെ പറയുന്ന സ്കീമുകൾ അവിടെ നിലവിലുണ്ട്. പക്ഷെ അതിന് പകരം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഇൻഷുറൻസ് കമ്പനികളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു രീതി തുടങ്ങിയത് ഒബാമ കെയറിലൂടെയാണ്. അത് പാളിപ്പോയി. അത് പിന്നെ ഒബാമ കെയറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നീട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ കോവിഡ് വരാൻ പോണു എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബിൽഗേറ്റ്സിന്റെ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കോവിഡ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ചില ആളുകൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കോവിഡ് വരുമ്പോഴുണ്ടാകുന്ന ഫാർമ കമ്പനികളിൽ നിന്ന് കിട്ടാവുന്ന, ആശുപത്രികളിൽ നിന്ന് കിട്ടാവുന്ന ലാഭമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒബാമ കെയർ എന്നുള്ള ഒരു സ്ഥാനം ഇപ്പം നിലവിലില്ല. ഇപ്പൊ അവിടെ ഇല്ലാത്ത പോലെയാണ്. ചുരുക്കത്തിൽ അത് നിലനിൽക്കുന്നില്ല. അത് ആളുകളൊക്കെ തന്നെ അത് തള്ളിക്കളഞ്ഞു. പക്ഷെ കേരളത്തില് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് മെഡിസെപ്പ് എന്നുള്ള പേരിൽ ഒരെണ്ണം തുടങ്ങി. പെൻഷനായിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞിരുന്നത് ശമ്പളക്കാരുടെ കയ്യിൽ നിന്നും സാലറിയിൽ നിന്നും മാസം 500 രൂപ വെച്ച് പിരിക്കും. അങ്ങനെ ഒരു വർഷം 6000 രൂപ ഒരാളുടെ കയ്യിൽ നിന്നും, ഒരു സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്നും മെഡിസെപ്പ് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള തുകയെ തരുവുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും, അതായത് പെൻഷനായ എൻ്റെ കയ്യിൽ നിന്നും കേന്ദ്ര സർക്കാർ ഓഫീസറാണെങ്കിൽ പോലും ആ പൈസ 500 രൂപയും കൂടെ പിടിച്ചു വെച്ച് മാസം തോറും 500 രൂപ, വർഷം 6000 രൂപ പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ എനിക്ക് പെൻഷനായിട്ട് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും മെഡിസെപ്പിന്റെ അംഗമാണ് തത്വത്തിൽ. പക്ഷെ ഇതിന് തെളിയിക്കാനായിട്ട് എനിക്ക് യാതൊരു രേഖയും ഇല്ല. ഒന്നും തന്നിട്ടില്ല. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും, ഞങ്ങൾ രണ്ടുപേരും മാസം ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രേഖയും ഇല്ല. മെഡിസെപ്പിന്റെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ വരും എന്നാണ് പറയുന്നത്. അപ്പൊ അഥവാ എന്തെങ്കിലും അസുഖം, ഇതുവരെ ഭാഗ്യത്തിന് ഒരു അസുഖവും ഇല്ല. ഒരു ചുമയ്ക്കും ജലദോഷത്തിനും പോലും ഇതുവരെ ആശുപത്രി പോവേണ്ടി വന്നിട്ടില്ല റിട്ടയർമെന്റിന് ശേഷം. പക്ഷെ എന്തെങ്കിലും അഥവാ അസുഖം വന്ന് പോയാൽ ആശുപത്രികൾ ഈ മെഡിസെപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സൗജന്യ ട്രീറ്റ്മെന്റ് എനിക്ക് തരുമോ? ഈ അറിഞ്ഞിടത്തോളം ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തില് 5,50,000-ഓളം സർക്കാർ ജീവനക്കാരുണ്ട്. അതുപോലെ ഏകദേശം 64 ലക്ഷത്തോളം പെൻഷനേഴ്സ് ഉണ്ട്. സർക്കാർ സേവനത്തിന് ശേഷം പെൻഷൻ പറ്റുന്ന ആൾക്കാർ ഏകദേശം 30 ലക്ഷത്തിനടുപ്പിച്ചൊക്കെ വരുള്ളൂ. അപ്പൊ ഈ 30 ലക്ഷം ആൾക്കാരുടെ രൂപയും ഈ 5,50,000 ആൾക്കാരുടെ രൂപയും കൂടെ വെച്ചുകൊണ്ട് എത്ര കോടി രൂപയാണ് ഒരു വർഷം സർക്കാരിന് മെഡിസെപ്പ് എന്ന് പറയുന്ന ഈ ഇൻഷുറൻസ് വഴി കഴിഞ്ഞ 2 വർഷമായിട്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കാൻ പറ്റുമോ? എത്രയാ? 1800 കോടിയോ മറ്റോ വരും. അത് 1800 എത്രയോ കോടി രൂപ വരും. അപ്പൊ അത്രയും രൂപ സർക്കാരിന് ഈ മെഡിസെപ്പ് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുമോ? എനിക്കറിയില്ല ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒരു ഓർഡറൊക്കെ വളരെ വേഗമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ തലവേദന വരും എനിക്ക്. കാരണം വളരെ ചെറിയ ചില ഇൻഷുറൻസ് കമ്പനികളുമായിട്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പേരും പറഞ്ഞ് ഇത്രയും രൂപയൊന്നും അവർക്ക് കൊടുക്കുന്നുണ്ടാവില്ല എന്ന് ഡെഫിനറ്റ് ആണ്. വളരെ ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആശുപത്രികളിൽ പോകുന്ന ഈ മെഡിസെപ്പ് ഇൻഷുറൻസ് സ്കീം വഴി കവേർഡ് ആയിട്ടുള്ള സർക്കാർ ജീവനക്കാരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വലിയ വലിയ ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെലവാകുന്ന തുകയുടെ 1/4% പോലും തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ അത് പാളിപ്പോയപ്പോഴാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ്മെന്റും കൂടെ, നേരത്തെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു സർക്കാരിന്. നമുക്ക് എന്തെങ്കിലും അസുഖം പറ്റി നമ്മൾ ചികിത്സയിലായാൽ ഹോസ്പിറ്റലുകളിൽ, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ലുകളും ആ ഹോസ്പിറ്റൽ ചെലവിന്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെന്റ് തരും, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് തരും. പക്ഷേ ഈ മെഡിസെപ്പ് വന്നതോട് കൂടിയിട്ട് അത് നിന്നുപോയി. ഒരു വശത്തൂടെ ലാഭം, ഭയങ്കര ലാഭം, അത് അവർക്ക് നിർത്താൻ പറ്റത്തില്ല. 1800-ൽ പരം കോടി രൂപ ഒരു വർഷം കിട്ടുന്നതാണ്. അപ്പൊ അത് അവർക്ക് മാറ്റിവെക്കാൻ, അത് അവർക്ക് ഇല്ലാന്ന് വെക്കാൻ, വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും ഇനിയിപ്പോ ഭാവിയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തില്ലല്ലോ. അപ്പൊ ആ പിരിവ് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും, കൂട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനിയിപ്പോ പതുക്കെ പതുക്കെ അത് സർക്കാർ ജീവനക്കാരെക്കാളും കവിഞ്ഞ് എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും പിരിക്കുന്ന ഒരു സമയം വരുമോ എന്ന് എനിക്കറിയില്ല. അതാകുമ്പോൾ നല്ലപോലെ പൈസ അവിടെ നിന്നും കിട്ടുമല്ലോ. അപ്പൊ ഈ പൈസ വാങ്ങി വെച്ചിട്ട് അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിന്റെ ഒരു പങ്ക് ചെറിയ എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും പല ആശുപത്രികളിലും ഇതുപോലെ മെഡിസെപ്പിന്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്, മുഖം ചുളിക്കും. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീം കുറച്ചുകൂടെ ബെറ്റർ ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറഞ്ഞാൽ CGHS പോളിസി ഉണ്ട്. അവരും ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ കുറച്ചൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ചെയ്യും. ആ സ്കീമിൽ മെമ്പർ ആണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയാലും ആശുപത്രികൾക്ക് വലിയ താല്പര്യമില്ല ചെയ്യാനായിട്ട്.
ഇൻഷുറൻസ് ഉണ്ടോ എന്ന് വലിയ വലിയ ഓപ്പറേഷനായിട്ടൊക്കെ ചിലപ്പോൾ പോവേണ്ടി വന്നാലും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു കുറേ പ്രൊസീജിയർ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെട്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ കൂടുതൽ പോവുകയും ചെയ്യും, ഇൻഷുറൻസ് വളരെ ചെറിയ എമൗണ്ട് തരികയും ചെയ്യും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ക്ലെയിമുകളും അവരൊരിക്കലും ചെയ്തു കൊടുക്കില്ല. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് പോലെ ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, അവരുടെ ആൾക്കാർ വന്ന് കഴിയുന്നത്ര അവർ തടയാൻ ശ്രമിക്കും. എന്നിട്ട് പല തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് വെക്കും. അവരുടെ കോടതിയുണ്ട്, അപ്പോൾ അവരുടെ ലീഗൽ എക്സ്പേർട്സ് ഉണ്ട്. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളാണെങ്കിൽ പോലും അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലെ നമ്മൾ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് മാൻഡേറ്ററി റിക്വയർമെന്റ് ആണെന്ന് പറഞ്ഞ് പിരിക്കുന്നതാണ് ഈ മെഡിസെപ്പിനും കാറിന്റെ വെഹിക്കിൾസിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വെഹിക്കിൾസിന്റെ ഇൻഷുറൻസിൽ പോലും ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് സൈ കെട്ടിട്ടായിരിക്കും തോന്നുന്നു ചിലർ ഇതുപോലെ ഫേക്ക് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടാക്കി അതും വാഹനത്തിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. വലിയ വലിയ ബജാജ്, അലയൻസ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസിൻ്റെയൊക്കെ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു വലിയ അപകടം നടന്നപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറിന് ഭയങ്കര വലിയ പരിക്ക് പറ്റി, കേസൊക്കെ ആയി. അവസാനം നോക്കിയപ്പോൾ ഇൻഷുറൻസ് ലോറി വന്നിടിച്ചതിൻ്റെ ലോറിയുടെ ഇൻഷുറൻസ് പറയുന്നത് ഫേക്ക് ആയിരുന്നു. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഫേക്ക് ആണെന്ന്. അവരതുകൊണ്ട് കോടതിയിൽ കൊടുത്ത് അങ്ങനെ കോടതിയിൽ കേസായി. വണ്ടി ആരുടെ ആണോ വണ്ടി അയാളുടെ എതിരെ ഒരു കേസൊക്കെ എടുത്തെങ്കിലും അയാൾ പറഞ്ഞു ഞാൻ നിസ്സഹായനാണ്, കാരണം എന്നെ ഒരു ഏജന്റ് സമീപിച്ച് അയാൾ തന്ന ഇൻഷുറൻസ് ആണ്, ഞാൻ ഏജന്റിന് പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾ പറഞ്ഞ് അത് ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല ഒരിക്കലും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള കമ്പനികൾ നമ്മൾ എന്താണ് ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് അത് പറ്റാം ഇത് പറ്റാം എന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം അതാണ്. അപ്പം ഒരിക്കലും ഉണ്ടാവില്ല നമുക്കറിയാമെങ്കിൽ പോലും നമ്മളെ ചില സാഹചര്യങ്ങളിൽ അതിൽ ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധിതമാകും. എൻ്റെ ഒരു അങ്കിളുണ്ട്, ഒരു സൗത്ത് ഇന്ത്യൻ ടിംബർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കോട്ടയത്ത് ഒരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ചിറ്റപ്പൻ, അദ്ദേഹമാണ് ആദ്യമായിട്ട് റബ്ബർ വുഡ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് റബ്ബർ വുഡ് ഇതായിട്ടൊരു ഫർണിച്ചറായിട്ടും അതുപോലെ വീടിൻ്റെ തടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഴ്സണൽ ട്രീറ്റ്മെന്റ് എന്ന് മറ്റേ പറഞ്ഞ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് തെളിയിച്ച ആളാണ് ഭാസ്കരൻ നായർ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ തമ്പി ചിറ്റപ്പൻ എന്ന് വിളിക്കുന്ന ചിറ്റപ്പൻ, കോട്ടയത്ത്. ചിറ്റപ്പൻ്റെ കമ്പനി ഒരു ദിവസം ഇതുപോലെ തീയിൽ നശിച്ചു പോയി. അപ്പോൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ എമൗണ്ടിന്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വന്ന് ഇൻഷുറൻസുകാരൊക്കെ വന്ന് നോക്കിയിട്ട് തുച്ഛമായ തുക മാത്രം ഇൻഷുറൻസ് കൊടുത്തതുകൊണ്ട് ആ കമ്പനി പിന്നെ അടച്ചു പൂട്ടേണ്ടി വന്നു. അതിനുശേഷമാണ് ചിറ്റപ്പൻ്റെ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത്. ഭയങ്കര വലിയ ബിസിനസ് സാമ്രാജ്യമായിരുന്നത്, പിന്നെ പതുക്കെ കുറഞ്ഞു വന്നത് അതിനുശേഷം ആ വലിയൊരു തീപിടുത്തത്തിന് ശേഷമായിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്തൊക്കെ പറഞ്ഞാലും സത്യസന്ധമായിട്ടല്ല 100% പെരുമാ. അവർ നിൽക്കുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്ക് നിന്ന് പോകണ്ടേ, അവരുടെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവരുടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവർക്ക് ലാഭം ഉണ്ടാവണം. അപ്പോൾ അവരെല്ലാവരുടെയും ക്ലെയിം അവർ ഏറ്റെടുത്തുകൊണ്ടിരുന്ന അവർക്കെങ്ങനെ ലാഭം? അപ്പോൾ അതുകൊണ്ട് അത് അവർ ചെയ്യില്ല. ആലോചിച്ച് നോക്കിയാൽ അതൊരു തട്ടിപ്പ് തന്നെയല്ലേ. ഇൻഷുറൻസുകാർ വന്ന് എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരെ ബ്യൂറോക്രാറ്റ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരുടെയും ഇൻഷുറൻസ് ഞങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ ഗവൺമെന്റ് ജീവനക്കാരെയൊക്കെ ഇൻഷുർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻഷുറൻസ് കമ്പനിമാർ വന്ന് പറഞ്ഞ് വശീകരിച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തതെന്ന് തോന്നുന്നു. പിന്നീട് അത് ഇത്രയും പേര് നമ്മളാരും സർക്കാർ ജീവനക്കാരും ഒരു എതിർ അഭിപ്രായവും പറയാതെ പറയുന്ന ഉത്തരവെല്ലാം അംഗീകരിക്കുമല്ലോ, സർക്കാരിന്റെ ജോലിക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ അടിമകളെ പോലെ പ്രവർത്തിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പൊ മുകളിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു IAS ഒരു ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കും, അനുസരിച്ചേ പറ്റുള്ളൂ, വേണം അല്ലെങ്കിൽ അവരുടെ ശമ്പളം തടയും, അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവും, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആരും ഒരു എതിർവാക്ക് പറയാതെ എല്ലാം അംഗീകരിച്ച ഇപ്പോൾ അത് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എല്ലാ ജീവനക്കാരും ഇപ്പോൾ ആശുപത്രിയിലായി കഴിഞ്ഞാലും ഒരു പൈസ പോലും ഇൻഷുറൻസ് കമ്പനി അതിന് വേണ്ടിയിട്ട് കൊടുക്കുകയില്ല, സർക്കാർ സംരക്ഷിക്കുകയില്ല. നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ശമ്പളം വെച്ചിട്ടുള്ള കാശ് തന്നെ മുടക്കി നമ്മൾ ചികിത്സ നേടിയെടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇതൊക്കെ അറിയേണ്ട സാഹചര്യത്തിൽ അറിയണം, കാരണം ഇതൊന്നും പത്രക്കാർ പറയില്ല, മീഡിയാസ് ഒന്നും ഇതിനെക്കുറിച്ചൊന്നും വാർത്ത കൊടുക്കില്ല. അവർക്ക് വലിയ വലിയ വിവാദങ്ങളും ഒക്കെയാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു ഞെരിപുരി കൊള്ളുന്ന, ആളുകൾക്ക് ഇങ്ങനെ പുളകം കൊള്ളുന്ന സിനിമാക്കാരുടെയും സീരിയലുകാരുടെയും അല്ലെങ്കിൽ ഭക്തി വയ്ക്കുന്നതിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു പുളകം കൊള്ളിക്കുന്ന ഗോസിപ്പുകളും ത്രസിപ്പിക്കുന്ന ന്യൂസുകളും ഒക്കെ പറയൂ. സത്യസന്ധമായിട്ടുള്ള ഇതുപോലെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പുറത്തു വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇൻഷുറൻസ് കമ്പനികളെ പറ്റി ഇവിടെ വിവരിച്ചത്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. സസ്നേഹം, ശ്രീലേഖ.